റെയിൽപാതയിൽ മരം വീണ് തിരുവനന്തപുരത്ത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്നു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഏതൊക്കെ ട്രെയിനുകളാണ് ഇപ്പോൾ യാത്ര മുടങ്ങിയിരിക്കുന്നത്? എപ്പോഴേക്ക് അത് സാധാരണഗതിയിലാകും? റെയിൽവേ എന്താണ് അറിയിക്കുന്നത്? സലീം. വിജയകുമാർ, ട്രെയിൻ ഗതാഗതം താറുമാറായി എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. കാരണം 11 ട്രെയിനുകളാണ് നിലവിൽ തന്നെ വിവിധ സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടിരിക്കുന്നത്. കൊല്ലം പാസഞ്ചർ ഉണ്ട്, മലബാർ എക്സ്പ്രസ് ഉണ്ട്, മാവേലി എക്സ്പ്രസ് ഉണ്ട്, ഗുരുവായൂർ ഇന്റർസിറ്റി ഉണ്ട്, ഷാലിമാർ എക്സ്പ്രസ് ഉണ്ട്, പുനലൂർ പാസഞ്ചർ ഉണ്ട്, പരശുറാം എക്സ്പ്രസ്, പാലരുവി എക്സ്പ്രസ്, ഹിമസാഗർ എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ്, ഇങ്ങനെ 11 ട്രെയിനുകളാണ് ഇപ്പോൾ ചലിക്കാതെ കിടക്കുന്നത് എന്നുള്ളതാണ്. മണിക്കൂറുകളായി പല ട്രെയിനുകളും വഴിയിൽ കിടക്കുകയാണ്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് മണിക്കൂറുകളായി കഴക്കൂട്ടം ഭാഗത്ത് കിടക്കുകയാണ്. അത് തിരുവനന്തപുരത്ത് തന്നെ കിടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ടില്ല. വഞ്ചിനാട് എക്സ്പ്രസ് മണിക്കൂറുകളായി കഴക്കൂട്ടം ഭാഗത്ത് തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ മൺട്രോത്തുരുത്തിൽ കൊല്ലം എറണാകുളം മെമുവിന് മുന്നിൽ മരം വീണതുകൊണ്ട് ആ ട്രെയിനിൻ്റെയും ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. കഴക്കൂട്ടം കൊച്ചുവേളി ഭാഗത്ത് ലൈനിൽ തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഈ ട്രാക്കിൽ മരം വീഴുന്നതിനൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ വൈദ്യുതി ലൈൻ കൂടി പൊട്ടി വീണതാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം. വൈദ്യുതി ലൈനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ കൊല്ലം ഭാഗത്തേക്കുള്ള ട്രെയിൻ കടത്തിവിടും. അല്പസമയത്തിനകം തന്നെ കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ കടത്തിവിടാൻ കഴിയുമെന്നുള്ളതാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. അതേസമയം തിരിച്ച് കൊച്ചുവേളി ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകൾ കടത്തിവിടാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ട്രെയിൻ ഗതാഗതം വല്ലാതെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും വളരെ തിടുക്കപ്പെട്ട് തന്നെ മരം വെട്ടി ഒഴിവാക്കുകയും ലൈൻ ചാർജ് ചെയ്ത് സാധാരണ നിലയിൽ ആക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതരുള്ളത്. വിജയകുമാർ.